വെൽക്കം ബാക്ക്. ഇന്നലെ IPL നടന്ന GT വേഴ്സസ് RCB മത്സരമാണ്. ഇതിലെ GT ഇന്നലെ 8 വിക്കറ്റിന് ജയിച്ചിരിക്കുകയാണ്. ഒരു കളിയുടെ ഫുള്ള് ഡോമിനേഷൻ GT എടുത്തു എന്ന് തന്നെ നമുക്ക് നിശേഷം പറയാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. RCBക്ക് ബൗളിംഗ് ആകട്ടെ ബാറ്റിംഗ് ആകട്ടെ ഒരു തരത്തിലും അവർക്ക് അവരുടെ പെർഫോമൻസ് വെളിക്കൊണ്ടുവരാൻ പറ്റിയില്ല. RCB ടോട്ടൽ എടുത്തിരിക്കുന്ന സ്കോർ 169 റണ്ണാണ് RCB നിശ്ചിത 20 ഓവറിൽ എടുത്തിരിക്കുന്നത്. അതിലാകപ്പാടെ ഒരു പെർഫോമൻസ് എടുത്ത് പറയാനായിട്ടുള്ളത് നമുക്ക് DJ ശർമ്മയുടെയും അതുപോലെ തന്നെ ലിവിങ്സ്റ്റണിൻ്റെയും മാത്രം ഒരു ഇന്നിങ്സാണ്. വേറെ ആരും തന്നെ പിന്നെ അവസാന നിമിഷം ടീം ഡേവിഡ് ക്യാച്ച് പുള്ളിയുടെ മിസ്സാക്കിയായിരുന്നു. അത് കണക്കിലെടുക്കാതെ പോലും 18 ബോളിൽ 32 റൺ അദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ചിന്നസ്വാമി പോലത്തെ ഒരു ചെറിയൊരു സ്റ്റേഡിയത്തിൽ 169 റൺ ഒരു ഡിഫെൻഡിങ് സ്കോർ അല്ല. അവർക്കൊന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ തന്നെ ഒരു 190+ റൺ ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ അത് ചെറിയൊരു പിച്ചാണ്. തിരിച്ച് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ടൈറ്റൻസ് ആണെങ്കിൽ സുദർശൻ ആയാലും ഗില്ലായാലും നല്ല ഓപ്പണിംഗ് തന്നെയാണ്. അവർ ഈ IPL സീസൺ തന്നെ ഏറ്റവും നല്ലൊരു ഓപ്പണിംഗ് ജോഡിയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സുദർശന് 49 റൺ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ 36 ബോളിന്. അത് തന്നെ നമ്മുടെ സ്വന്തം ജോസേട്ടൻ 73 റണ്ണാണ് അദ്ദേഹം. 169 നമ്മുടെ ടാർഗറ്റ്, 170 റണ്ണാണ് നമ്മുടെ ടാർഗറ്റ്. അതിൽ 73 റണ്ണും ജോസേട്ടൻ്റെ വകയാണ്. പിന്നെ നമ്മുടെ റദർഫോർഡ്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പുള്ളിനെ കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിച്ചിരിക്കുന്ന പുള്ളി നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. 18 ബോളിൽ 30 റൺ അടിച്ചിട്ടുണ്ട്. അപ്പം RCBക്ക് പഴയ RCBനെ തിരിച്ച് കിട്ടിയെന്ന് നമുക്ക് നിശേഷം പറയാൻ പറ്റും. അതായത് ഇവരുടെ ഒരു ആദ്യത്തെ 5 കളി ജയിച്ച ശേഷമായിരുന്നു RCB മങ്ങുന്നത്. ഇത് നേരെ ഇപ്പോൾ 3ാമത്തെ മാച്ചിൽ തന്നെ RCBയുടെ ഒരു പരാജയമാണ്. ഇനി ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകുമോ അതോ പുതിയൊരു RCB ആയിട്ട് ഇനിയൊരു വിന്നിങ് മൊമെൻ്റ് ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന്